ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചധികം സുഖത്തിലാണ്. എനിക്കൊരു 34 വീക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വി ആർ വെയിറ്റിംഗ്. ഇന്നത്തെ വ്ളോഗൊന്നും പ്രത്യേകിച്ചൊന്നുമല്ല. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷുഗർ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട്, കൂടുതലായിട്ടിരിക്കുന്നതുകൊണ്ട് വാട്ട് ഈറ്റിനിടെ നമ്മുടെ ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടുള്ള വാട്ട് ഈറ്റിനിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ആദ്യത്തെ കണക്കൊന്നും ഇപ്പോൾ ഡയറ്റ് എടുക്കുന്നില്ല. കാരണം എനിക്ക് ഷുഗറിൻ്റെ ലെവലൊക്കെ അത്യാവശ്യം നോർമലാണ് എല്ലാ ചെക്കപ്പിനും പോകുമ്പം. എന്നാലും ഡയറ്റ് നോക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഞാൻ എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പാലാണ് കേട്ടോ എടുക്കുന്നത്. പാലും ഏത്തയ്ക്ക നീരിട്ട് വാട്ടിയതും കൂടാണ് കേട്ടോ കഴിക്കുന്നത്. ഗർഭിണി പെണ്ണുള്ള വീട്ടിൽ അവർ രാവിലെ എണീറ്റിട്ട് വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എന്നെ ശ്രദ്ധിക്കുന്നു, എന്നെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അവരുടെ കുറച്ച് സംസാരിക്കാനുണ്ട്. അവരുടെ മരുമോള് ഗർഭിണിയായിട്ടിരുന്നപ്പോൾ വെളുപ്പിനെ എണീക്കും, കുറച്ച് നടക്കാനുണ്ട്, പാല് വാങ്ങിക്കാൻ. അവിടെ പോയി പാല് വാങ്ങിച്ചുകൊണ്ട് കാച്ചി മരുമോൾ എണീക്കുന്നതിന് മുന്നേ പോയി പാല് കാച്ചി പഴം വാട്ടി മുട്ട പുഴുങ്ങി എല്ലാം കൊടുക്കും. ഇവിടെ ഞാൻ സ്വന്തമായിട്ടെല്ലാം ഉണ്ടാക്കി കഴിക്കണം. രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ച് എനിക്ക് കഴിക്കാൻ പറ്റും. എൻ്റെ വില്ലത്തി ഇവിടെ നിൽപ്പുണ്ട്. രാവിലെ അമ്മായിമ്മ ഷോപ്പിലെ ജോലിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നെൻ്റെ കെട്ടിയോൻ വരുന്നുണ്ട്. ഇന്ന് എറണാകുളത്ത് നിന്ന് എൻ്റെ അമ്മായിയമ്മ എനിക്ക് കുറച്ച് കറികളൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള കറികൾ കുറച്ച് ദിവസം കൂടി ഇരുന്നിട്ട് കഴിക്കാൻ എനിക്ക് പറ്റും. കുറച്ച് തീപ്പൊരി ഇട്ട് കൊടുത്താൽ അത് ഇവിടെ നിന്ന് കത്തും അമ്മ. അതാണ് അമ്മ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പഴം എന്നും നെയ്ക്കകത്തിട്ട് എന്നും ഡെയിലി കഴിക്കരുത് കേട്ടോ. കാരണം എന്നും കഴിച്ചാൽ നമുക്ക് പഴം എന്ന് പറഞ്ഞാൽ ഷുഗർ നന്നായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ എൻ്റെ ഡോക്ടർ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത് ഒരു ദിവസം ഒറ്റൊരു ഫ്രൂട്ടേ കഴിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ പഴം കഴിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും കഴിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും പഴം വാട്ടി കഴിക്കുന്നുമില്ല. ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ ആണ്. എൻ്റെ ഷുഗറിൻ്റെ ലെവൽ വെച്ചിട്ട് എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അരിയാഹാരം കഴിക്കാം കേട്ടോ. ഇപ്പൊ ദോശ, ഇഡലി അതെല്ലാം തന്നെ അരിയാഹാരമാണ്. എനിക്ക് അതൊക്കെ കഴിക്കാതൊന്നും കഴിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ കെട്ടിയാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഗൾഫിൽ നിന്നൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ വരുന്നവരൊക്കെ കണ്ട പെട്ടിക്കത്ത് എന്തോ ഉണ്ട്, ഗൾഫിൽ നിന്ന് വരുവാന്ന് ഒന്നുമല്ല. കുഞ്ഞിനുള്ള കുറച്ച് ബാസ്ക്കറ്റ് കാര്യങ്ങൾ, പിന്നെ എനിക്കുള്ള കറികൾ, അതൊക്കെയാണ് കേട്ടോ. സ്നേഹസമ്മാനം എന്തായാലും എറണാകുളംകാരുടെ സ്പെഷ്യലാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. നമ്മൾ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ. പക്ഷെ വീഡിയോ വരുമ്പോൾ അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ടേക്കുന്നതാണ്. പിന്നെന്താ കക്ക ഫ്രൈ ഉണ്ട്. പിന്നെ നമ്മുടെ പ്രോൺസ്, ഇത് ചെറിയ പ്രോൺസ് ആണ് കേട്ടോ. ഇനി എനിക്ക് ക്ഷമയില്ല, നമുക്ക് കഴിക്കാം. വെയിറ്റ് ചെയ്തിരുന്നത് വേണ്ടിയിട്ടാണ് നമുക്ക് കഴിക്കാം. ഉച്ചയ്ക്ക് ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ ബിന്ദാലു, കക്ക, ചെമ്മീൻ ഇതൊക്കെയാണ് കഴിക്കുന്നത്. രസമുണ്ട് കൂടെ. രസം മാത്രം നമ്മുടെ. ബിന്ദാലും ബീഫ് കറിയും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും മനസ്സിലായോ? പുളി നല്ല പുളി. നമ്മൾ മൂന്നുപേരല്ല, ബിബി ഉണ്ട്. ബിബി അപ്പുറത്തെ റൂമിൽ കിടക്കാണ്. അപ്പം നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചിട്ട് ഹെവി ലഞ്ചായിരുന്നു ഇന്നത്തെ. അപ്പം എനിക്കും ബിന്ദാലും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, ബീഫ് കറിയും ബിന്ദാലും തമ്മിലുള്ള ഇവർക്ക് പുളിപ്പെങ്കിലും ഫീൽ ചെയ്തു. പക്ഷെ എനിക്ക് ആ പുളിപ്പ് പോലും ഫീൽ ചെയ്തില്ല. രസമൊക്കെ ഇനി കൂട്ടി കഴിച്ച് ആക്രാന്തം മൂത്ത് കഴിച്ചോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ നല്ല എരിയുണ്ട് കേട്ടോ, ഭയങ്കര എരി ഉണ്ടായിരുന്നു. എൻ്റെ കുക്കിരി അകത്ത് കിടന്നിട്ട് എരിയിൽ കിടന്ന് പുളകുവനാകുന്നുണ്ട്. കുക്കിരിക്ക് എരിയെല്ലാം ചെന്നപ്പോഴത്തേന് കുക്കിരി മിണ്ടാതെ കിടക്കുന്നുണ്ട്. പിന്നെ പ്രോൺസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. കക്കയും ചൂട് മാറി, എന്നാലും കക്കയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടെ ഒരാൾക്ക് പറ്റുന്നില്ല അങ്ങോട്ട്. ഇനി പ്രസവത്തിന് എൻ്റെ അമ്മായിയമ്മ വരും. അപ്പം പ്രസവത്തിനും എനിക്ക് നല്ല നല്ല കറികളൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടി വരുന്നുണ്ട് എറണാകുളത്ത്. നമ്മൾ ഉള്ള കാലം മൊത്തവും കറി വെച്ച് കൊടുത്തിട്ട് അതിന് ടേസ്റ്റ് ഇല്ല. അവിടെ ഒരു ദിവസം കൊണ്ടുവന്നു അവള് 2 പ്ലേറ്റ് ചോറ് വെച്ചു. 2 പ്ലേറ്റ് ഞാൻ ബീഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 പ്ലേറ്റ്. ഇപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ അറിയാലോ എൻ്റെ വിശപ്പ് നന്നായിട്ട് അറിയാം. പിന്നെ നല്ല കറികളും കൂടെ ഉണ്ട്, അടിപൊളിയായിട്ട് ഞാൻ കഴിച്ചു. പിന്നീട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞാൻ മുട്ട പുഴുങ്ങി കഴിച്ചു ഗൈസ്. പിന്നെ ഇച്ചിരി തേയിലോളം ഇട്ട് ഓടിച്ചു. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അമ്മ എനിക്ക് കുറച്ച് സൂചി ഗോതമ്പും
പയറും കൂടി ഇട്ടിട്ട് ഒരു കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയും ഞാൻ തമ്മിൽ വഴക്കാണ് ഗൈസ്. ഈ അമ്മ കാരണം ഞങ്ങളെല്ലാവരും സിനിമയ്ക്ക് പോകാനിരുന്നതെല്ലാം മുടങ്ങി. അതിനുശേഷം പിന്നെ ആ ഒരു വിഷമത്തിൽ ഞാൻ വീണ്ടും അപ്പൂനെ കൊണ്ട് ചിക്കൻ വാങ്ങിപ്പിച്ചിട്ട് ചിക്കൻ കറിയും തലേന്ന് തൈലക്കറിയും പിന്നെ ബീഫ് എന്തായാലും കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതും കൂടെ കൂട്ടി എൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ ഫുഡ് കഴിച്ചു. കിടക്കാറായപ്പോഴത്തേക്കും ഇത്തിരി പാലും കൂടെ കുടിച്ചു. ഫൈനലി അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഒരു പാലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പാലുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഗൈസ്. ഇത് നല്ല ഉറക്കം വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് ബിഗ് ബോസും കൂടെ കണ്ടിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ എൻ്റെ ഷുഗറിൻ്റെ ഡയറ്റ് എന്ന് പറയുമ്പോൾ. ചിരിപ്പിക്കില്ലേ ഞാൻ പെട്ടാതിരുന്നോണം അവിടെ. ഞാൻ അതിനകത്ത് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം, ഉലുവ തിളപ്പിച്ച വെള്ളം. ഉലുവ തിളപ്പിച്ചതോ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉലുവ ഇന്ന് നൈറ്റ് കുതിർക്കാനിട്ടിട്ട് നാളെ ആ വെള്ളം അരിച്ച് ആ വെള്ളം കുടിക്കുന്നതും ഷുഗർ നന്നായിട്ട് കുറയാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പം വെള്ളം ഞാൻ ഇന്ന് കുടിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ഹൈ പ്രഗ്നൻസി ടൈമിൽ ഹൈ ഷുഗർ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊരു റെക്കമെൻഡേഷൻ ആയിരിക്കും. പിന്നെയെന്ന് പറയുന്നത് ഞാൻ രാവിലെ പറഞ്ഞ കണക്ക് തന്നെ പഴം നമ്മൾ എന്നും കഴിക്കരുത്. പഴത്തിനകത്താണ് ഫ്രൂട്ട്സിൽ തന്നെ ഹൈ ഷുഗറുള്ള ഫ്രൂട്ട് പഴമാണ്. എന്നും പഴം കഴിക്കരുത്. ഞാൻ കാരണം എനിക്കിപ്പം പഴം ഇങ്ങനെ നെയ്ക്കകത്ത് വയറ്റി കഴിക്കുന്നത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു 1 വീക്ക് കൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട്. അതിൻ്റേതായൊരു ഷുഗറിൻ്റെ ഒരു ലെവൽ എനിക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും. പക്ഷെ ഞാൻ ഈ വെള്ളമെല്ലാം കുടിക്കുമ്പോൾ ബാലൻസ് ചെയ്തു പോകും. പിന്നെ പാവയ്ക്ക ഏറ്റവും ബെസ്റ്റാണ് ഷുഗറിന് ആ ഒരു ലെവൽ കുറയ്ക്കാൻ. പാവയ്ക്ക ബെസ്റ്റാണ്. പിന്നെ ഞാൻ എപ്പോഴും ഒരു നേരം, അതായത് എന്നും ഒരു നേരം ഉച്ചയ്ക്ക് മാത്രമേ ഞാൻ റൈസ് കഴിക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് ബീഫ് എന്തായാലും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ചിക്കൻ എല്ലാ കറിയൊക്കെ അത്രയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇന്ന് അമ്മയ്ക്ക് വയ്യായിരുന്നു. ഗോതമ്പ് ദോശയൊന്നും ചുട്ട് തരാനൊന്നും വയ്യായിരുന്നു, ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും വയ്യായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ചോറും അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം നിനക്ക് ചോദിക്കാൻ നിനക്ക് ഉണ്ടാക്കി കഴിച്ചുകൂടെയെന്ന്. ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നത് അമ്മയാണ് എനിക്ക് ഉണ്ടാക്കി തരാറ്. അപ്പം അതുകൊണ്ട് ഇന്ന് നൈറ്റ് ഞാൻ റൈസാണ് കേട്ടോ കഴിച്ചത്. പിന്നെ പറഞ്ഞാൽ ഞാൻ ഇന്ന് സ്കിപ്പ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നീ വിശക്കും. അപ്പം 4 മണിക്ക് നമുക്ക് തേയിലവെള്ളത്തിൻ്റെ കൂടെ ഞാൻ ഇന്ന് വൈകുന്നേരമാണ് മുട്ടയും തേയിലവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ തേയിലവെള്ളം ഒന്നീ റസ്ക്, അതായത് നമ്മുടെ ഷുഗർ ഫ്രീ റസ്ക് കിട്ടും വാങ്ങിക്കാനായിട്ട്. അത് അല്ലെങ്കിൽ നമ്മുടെ വീറ്റ് ബ്രെഡ് ഉണ്ട്, അല്ലാണ്ടുള്ള സാധാ ബ്രെഡല്ല, വീറ്റ് ബ്രെഡ് ഉണ്ട്. അത് നമുക്ക് ഷുഗർ ഫ്രീ ആണ് കേട്ടോ. അപ്പം അത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഡയറ്റിൽ, കാരണം നമുക്കിപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കൊരു തേർഡ് ട്രൈമസ്റ്റർ അല്ല, സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ടേ നമുക്ക് നല്ല വിശപ്പായിരിക്കും. പക്ഷേ ഒരു തേർഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് നല്ലൊരു ഹൈ ലെവലിലായിരിക്കും നിൽക്കുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുമ്പോഴത്തേക്കിന് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ പഴങ്കഞ്ഞി കുടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്തെങ്കിലും, അല്ലാണ്ട് ഉച്ചയ്ക്ക് ചോറുണ്ണും, 4 മണിക്ക് ചോറുണ്ണും, നൈറ്റ് ചോറുണ്ണും. അതൊക്കെ കൊണ്ടാണ് എനിക്ക് ഹൈ ഷുഗറായി പോയത്. പിന്നെ ആ ചോറ് തന്നെ കൺട്രോൾ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം, അതായത് 153-ൽ നിന്ന് 112, 111 ആ ഒരു ലെവലിലോട്ടായിരുന്നു എൻ്റെ ഷുഗർ ലെവൽ പോയത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഈ വിശപ്പിൻ്റെയൊക്കെ അസുഖമൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. എൻ്റെ ഡോക്ടർ പറഞ്ഞ അതേ ഡയറ്റ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. ഒരു 8-8:30 ആകുമ്പോഴത്തേക്കിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഞാൻ പഴം അല്ലെങ്കിൽ പാല് മുട്ട ഏതെങ്കിലും കഴിക്കും, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ ഒരു 11 മണിയാകുമ്പോഴത്തേക്കിന് ഈ ഒരു ഷുഗർ ഫ്രീ റസ്കോ അല്ലെങ്കിൽ വീറ്റ് ബ്രെഡോ എന്തെങ്കിലും കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണും. 4 മണിയാകുമ്പോഴും ഇതിലേതെങ്കിലും ഒന്ന് വീറ്റ് ബ്രെഡോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് 4 മണിക്ക് വീറ്റ് ബ്രെഡ് ഇല്ലാത്തത്, അല്ലെങ്കിൽ രാവിലെ ഇപ്പോൾ ഞാൻ വീറ്റ് ബ്രെഡ് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രാവിലെ റസ്ക് കഴിക്കുകയാണെങ്കിൽ ഞാൻ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓട്സ് കഴിക്കുമായിരുന്നു. ഓട്സ് നമുക്ക് ബെസ്റ്റാണ്. അടുത്തത് നമ്മൾ സൂചി ഗോതമ്പ് എന്ന് പറയുമ്പോൾ ഷുഗറും കൺട്രോൾഡ് ആവും. പിന്നെയെന്ന് പറയുന്നത് നമുക്കും കുഞ്ഞിനും വെയിറ്റ് വെക്കാൻ സൂചി ഗോതമ്പ് ബെസ്റ്റാണ്. പിന്നെ ഈ സൂചി ഗോതമ്പ് എനിക്ക് എന്നിങ്ങനെ കണ്ടിന്യൂസ് കഴിച്ച് എനിക്ക് ഇഷ്ടമല്ല. അത് അല്ലെങ്കിൽ തന്നെയും പുതുതായിട്ട് കഴിച്ചപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഈ ഒരു ടൈമിലാണ് ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുപയർ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി കഴിച്ചോളും. നൈറ്റ് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയോ ഗോതമ്പ് ദോശ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നൈറ്റ് പാലും കുടിച്ചിട്ട് കിടന്നു. ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു ആഹാരക്രമം എന്ന് പറയുന്നത്. ഒത്തിരി പേരൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു, എന്നാലും കുറേ ഒരു 4-5 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് ഫുള്ള് പകുതിയും ഞാൻ നോക്കിയിട്ട് പ്രഗ്നൻറ്റ് ലേഡീസാണ് കാണുന്നത്. അപ്പോൾ അവർക്കൊരു അവർ ചോദിച്ചതിന് ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ളോഗിൽ കാണുന്നതിന് ബൈ.